ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് മട്ടനുമായിട്ടാണ്. മട്ടൻ ഓവനിൽ വെച്ചിട്ട് നമുക്ക് വിത്ത് റൈസ് ഉണ്ടാക്കണം എങ്ങനെയെന്ന് ഒന്ന് നോക്കാം. മട്ടൻ കണ്ടല്ലോ. മട്ടൻ ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കണം. അപ്പോൾ മട്ടൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല നോക്കാം, എന്തൊക്കെയാണ് മസാല ചേർക്കണമെന്നുള്ളത്. ഇതാ കണ്ടോക്കിക്കേ. ഞാൻ ഇതുപോലൊരു ബോൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു 2-3 ടീസ്പൂൺ വലിയ സ്പൂണാണ് തൈരിട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ തൈര് ഞാൻ വലിയ സ്പൂണിന് ഇതുപോലത്തെ സ്പൂണിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് വിനീഗറാണ് കേട്ടല്ലോ. വൈറ്റ് വിനീഗർ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. ഉപ്പ് നമ്മളെ മട്ടൻ്റെ കണക്കിന് ഉപ്പിട്ട് കൊടുക്കും. ഞാൻ ഇതിലോട്ട് ഇപ്പോൾ ഒരു 3 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഓവർനൈറ്റ് ഞാൻ ഫ്രിഡ്ജ് വയ്ക്കുന്നുണ്ട്. ഇത് ചെറുതായതുകൊണ്ട് 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ഗരം മസാലയാണ്. ഗരം മസാല ആണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 1/2 ടീസ്പൂൺ മതി. തോനെ വേണ്ട ഗരം മസാല. കൂടുതൽ മസാല വേണ്ട കേട്ടോ. പിന്നെ ഞാൻ വലിയ ജീരകം പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറി മസാല ഉണ്ടല്ലോ, 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഒരു പിന്നെ ഞാൻ കുറച്ച് അറബിക്ക് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളെല്ലാം കൂടെ പൊടിച്ച് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതിൽ നിന്ന് ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓവർ മസാലയും പിന്നെ കാര്യങ്ങളൊന്നും നമ്മൾ ഓവനിൽ വെക്കുന്ന ഇറച്ചിക്ക് ഇടരുത്, അപ്പോൾ അത് കൊള്ളൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ നമുക്ക് കുക്കിംഗ് ഓയിലാണ്, കുറച്ച് ഓയിലും കൂടെ അതിലോട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ നമുക്കിതൊന്ന് ഈ തൈര് പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കുങ്കുമപ്പൂവാണ്, അത് ഞാൻ കാണിച്ചത്, ഞാൻ മറന്നുപോയി. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കാം. ഇതിൽ നിന്ന് ഒരു ഏലക്ക പൗഡറാണ്, അതിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത്ര ഒരു പൊടിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂ നിങ്ങളെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മഞ്ഞ കളർ ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു നുള്ളിൽ ഇത്ര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുങ്കുമപ്പൂവും ഒക്കെ നല്ല ഒരു ഫ്ലേവർ കൊടുക്കുന്ന സാധനമാണ്. കണ്ടല്ലോ, നല്ലപോലെ ഒന്ന് മിക്സാക്കണം. മിക്സാക്കിയിട്ട് നമുക്ക് ഇനി നമുക്ക് ആ ഇറച്ചിയിലോട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഈ മിക്സാക്കിയ നല്ല മസാല എല്ലാം കൂടെ അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഇറച്ചി നല്ലതുപോലെ ഒന്ന് ഇറച്ചിയിലോട്ട് മിക്സാക്കി കൊടുക്കാം. കണ്ടല്ലോ, മസാല തയ്യാറാക്കി ഞാൻ ഇത് ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. ഒരു ദിവസം നൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും. അതിനുശേഷം നമുക്ക് എടുക്കാം. നമ്മൾ മസാല ആക്കി വെച്ച മട്ടൻ ഉണ്ടല്ലോ, നമുക്കൊന്ന് ഓവനിൽ വെച്ച് കൊടുത്താലോ. അതിനകത്തോട്ട് നമുക്കുള്ള മട്ടൻ എടുത്ത് വെച്ച് കൊടുക്കാം. ഇതുപോലെ മട്ടൻ മസാല ആക്കി വെച്ചത് ഇതുപോലെ വെച്ച് കൊടുക്കാം. മട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അതാണ്ട് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇറച്ചിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും. പിന്നെ ഒരു 5-6 ഏലക്കായി 2 ഗ്രാമ്പും എല്ലാം കൂടെ അതിലോട്ട് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പെട്ടെന്ന് ഓവനിൽ നിന്ന് പെട്ടെന്ന് തിളച്ചിട്ടാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം ഇതിലോട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ചല്ലോ ഇന്നലെ വെച്ചത്. എന്തിനാണ് ഇറച്ചിക്ക് നല്ല ഒരു മിനുസമൊക്കെ കിട്ടാനും ഇത് നല്ല എണ്ണ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഞാനൊരു 2-3 അല്ലി വെളുത്തുള്ളി ഫുള്ളായിട്ട് അതിൽ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. കണ്ടല്ലോ. ഇനി ഞാൻ അലൂമിനിയം ഫോയിൽ വെച്ചാണ് മൂടിയിട്ടുള്ളത്. ഈ ഇറച്ചിയുടെ മുകളിൽ നമുക്കൊരു ബട്ടർ പേപ്പർ കൂടെ കൊടുത്ത് നമുക്ക് മൂടാം. ഒരു ബട്ടർ പേപ്പർ കൂടെ വെച്ച് ഇതിലോട്ട് വെച്ചിട്ട് ആവി പോവാതെ നമുക്ക് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ കവർ ചെയ്തെടുക്കണം. 2 സൈഡ് ഇതുപോലെ അലൂമിനിയം ഫോയിൽ ഇങ്ങോട്ട് പിടിച്ചിട്ട് ആവി പോവാതെ ഇതുപോലെ നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ആവി എല്ലാം ഇറച്ചിയിൽ തന്നെ നിന്ന് നമ്മൾ കുക്കർ കണക്ക് പ്രഷർ കുക്കർ കണക്ക് ഇതിൽ തന്നെ നമുക്ക് നിന്ന് വെന്തോളും. കണ്ടല്ലോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമുക്ക് മൂടി കൊടുക്കാം. നമ്മൾ ഇറച്ചി ഓവനിൽ വെച്ചല്ലോ, അതിൻ്റെ ചോറുണ്ടാക്കാനാണ് പോകുന്നത്. ഞാൻ ഇതുപോലെ ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയും നെയ്യും കൂടെ മിക്സാക്കിയാണ് ഞാൻ ഒഴിക്കുന്നത്. കുറച്ച് ഓക്കെ. 3 കപ്പ് ബസ്മതി അരി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. എനിക്കിന്നൊന്നും കുറച്ച് കൂടുതൽ വേണം, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഉണ്ടാക്കി കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടെ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എത്രയും എടുക്കണം അതനുസരിച്ച് നിങ്ങൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താൽ അത് നെയ്യും എണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഞാൻ അരി കൂടുതൽ ഇട്ടുകൊണ്ട് കൂടുതൽ നെയ്യും ഇതൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ കുറച്ചാണ് എടുക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് നിങ്ങളെ കണക്ക് നിങ്ങൾ ചേർത്താൽ മതി. കണ്ടല്ലോ. അപ്പോൾ അടുത്തത് പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 ബൈ ലീവ്സ് എല്ലാം കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ബൈ ലീവ്സ് എല്ലാം നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി എണ്ണ ഒന്നും കൂടി ചൂടാവട്ടെ. ഇത് ചൂടായതിന് ശേഷം നമുക്ക് രണ്ട് സവാള അരിഞ്ഞതാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് 2 കുട മല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾക്ക് അരി എടുക്കാം. ഞാൻ 3 കപ്പ് അരിയുടെ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. പോരാക്കുറവുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും ഒഴിക്കാം. നമുക്ക് ഇതിന് മൂടി വെച്ച് വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. നമുക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അരി തട്ടി കൊടുക്കാം. വെള്ളം തിളച്ചു. ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം. ബിസ്മില്ലാ. നമുക്ക് നോക്കാം അരി കണക്കിന് വെള്ളം ഉണ്ടെന്നുള്ളത്.
3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടാണ് കറക്റ്റ് കിട്ടുന്നത്. കുതിർത്താതെ വെക്കണമെങ്കിൽ കറക്റ്റ് 2 കപ്പ് വെള്ളവും നിങ്ങൾ ഒഴിച്ച് കൊടുക്കേണ്ടി വരും റൈസിന്. ഇതാ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് തിളച്ചൊരു വിധം ആകുമ്പോഴത്തേക്ക് നമുക്ക് കളർ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ലഹം റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ടല്ലോ. ഓവൻ ലഹം വിത്ത് റൈസ്. ചോറ് ഞാനിവിടെ ഓപ്പൺ ആക്കാൻ പോകുന്നുണ്ട്. വാവ്, അടിപൊളി കണ്ടല്ലോ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ചോറ് നമുക്ക് ആദ്യമേ ഇതൊന്ന് കോരി ഒന്ന് മാറ്റണം. ഇതിനാണ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ഒരല്പം സർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലെ ചോറ് എപ്പോഴും കുറച്ച് 2 ടീസ്പൂൺ എടുത്ത് മാറ്റി വെക്കണം. ഇതുപോലെ ഒരു പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കാസറോൾ, ഇതുപോലെ ഒരു കാസറോളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ നല്ലപോലെ വെച്ച് കാണിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചോറൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മക്കളെ ചോറ് സർവ് ചെയ്യാനായിട്ട് പോകാം. അതിലോട്ട് ചോറ് കോരിയിട്ട് കൊടുക്കാൻ പോവുകയാണ്. എന്താ ചോറ് കോരിയിട്ട് ഇതുപോലെ നമുക്ക് തട്ടി കൊടുക്കണം. നമ്മൾ കല്യാണ വീട്ടിലേക്ക് വിളമ്പുമല്ലോ, അതുപോലെ ഞാൻ പ്ലേറ്റ് വെച്ചാണ് വിളമ്പണം. അപ്പോൾ ചോറ് ഉടയാതെ നമുക്ക് നല്ല പോലെ കിട്ടും. എടുത്തുകൊണ്ട് വരാം. ഇതാ കണ്ടല്ലോ, ഓവനിൽ വെച്ച മട്ടൻ. കണ്ട, ഇത് നമുക്ക് ചോറ്റിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ചോറ്റിൻ്റെ മുകളിലോട്ട് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇതാ ഇതുപോലെ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചോറ്റിൻ്റെ മുകളിലോട്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. ബിസ്മില്ലാ. കണ്ടല്ലോ, ഒരേ പീസ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പീസ് നാരങ്ങ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് അടുത്തത് ഒരേ പച്ചമുളക് കണ്ടു നോക്കി, പച്ചമുളക് വെച്ച് കൊടുക്കുക, നാരങ്ങ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റിലാണ് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഫ്രൈ ഒനിയൻ നമുക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ. കുറച്ച് ഫ്രൈ ഒനിയൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡിലായിട്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് ഫ്രൈ ഒനിയൻ. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ കേട്ടോ. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇവിടെ കുറച്ച് ഫ്രൈ ഒനിയൻ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാം. കണ്ടോ? അപ്പോൾ എങ്ങനെ ഉണ്ടോ മക്കളെ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. നല്ല വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കൂടെ കൂടണം. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യമുള്ളത്. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കണം. കണ്ടല്ലോ കേട്ടോ. ഇത്രയേ ഉള്ളൂ മക്കളെ പരിപാടി. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്ത് കൈ പിടിച്ച് മേലോട്ട് കയറ്റണം. നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. കണ്ടല്ലോ, ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ നിങ്ങളിൽ എത്താൻ വേണ്ടി നിങ്ങൾ എൻ്റെ കൂടെ കൂടണം, എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പറഞ്ഞതുപോലെ കേട്ടല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.